എക്സാലോജിക്കുമായുള്ള വിവാദ ഇടപാടിൽ നിന്ന് തലയൂരി KSIDC. എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ പങ്കില്ലെന്നാണ് KSIDCയുടെ വിശദീകരണം. ഇടപാടിന്റെ ഉത്തരവാദിത്വം CMRLന് മാത്രമെന്നും ROCയുടെ നോട്ടീസിന് നൽകിയ മറുപടിയിലുണ്ട്. അതേസമയം വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണത്തിൽ ഭയക്കുന്നില്ലെന്ന് CPM പ്രതിക്കൂട്ടിലാവില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ശാലിനി MK വിനോദം ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, ഈ ROC നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ KSIDCക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഈ അന്വേഷണ ഉത്തരവിൽ കൃത്യമായി അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ എക്സാലോജിക്ക് ഇത്തരത്തിലൊരു അന്വേഷണ ഉത്തരവ് പുറത്തു വന്ന സാഹചര്യത്തിൽ എക്സാലോജിക്കുമായുള്ള വിവാദ ഇടപാടിന് KSIDC തലയൂരിയിരിക്കുന്നു. KSIDCയുടെ വിശദീകരണം CMRLന് മാത്രമാണ് എന്നുള്ളതാണ് ROCയുടെ നോട്ടീസിന് നൽകിയ മറുപടിയിലുള്ളത്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ട് മറുപടികളും വ്യക്തതയില്ലാത്തതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് KSIDC എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചൊരു കത്ത് ROCക്ക് നൽകുന്നത്, മറുപടി കത്ത് നൽകുന്നത്. ആ വിശദീകരണത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇന്നലെ വന്ന ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ KSIDCയിലേക്കും എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CMRLനെ പൂർണ്ണമായും പഴിചാരിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ളൊരു നീക്കം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും വ്യവസായ മന്ത്രിയെയും ഉൾപ്പെടെ രക്ഷിക്കാനുള്ള നീക്കം KSIDCയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത്തരത്തിലൊരു വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ അല്ലെങ്കിൽ സ്ഥാപനമായ എക്സാലോജിക്ക് 1 കോടിയിലധികം രൂപ വഴിവിട്ട രീതിയിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ആദായ നികുതി കണക്കുകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ തിരിമറി നടത്തിക്കൊണ്ട് പണം പറ്റിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ഈ എക്സാലോജിക്ക് ഒപ്പം തന്നെ CMRL KSIDC ഉൾപ്പെടെ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് അവരുടെ വിശദീകരണവും ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ആ വിശദീകരണത്തിലൊന്നും തന്നെ തൃപ്തമാകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും KSIDC ഉൾപ്പെടെ പ്രതിസ്ഥാനത്തേക്ക് നിർത്താനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CMRLന്റെ മാത്രം തെറ്റായി ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാനും വ്യവസായ മന്ത്രിയെ രക്ഷിക്കാനുമുള്ളൊരു നീക്കം KSIDCയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ രീതിയിലുള്ള കുരുക്കുമുറുകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ROCക്ക് നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തകരമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ KSIDCയിലേക്ക് ഈ 3-അംഗ അന്വേഷണ സംഘം എത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അവർക്ക് നൽകുന്ന വിശദീകരണങ്ങൾ കൂടി തൃപ്തമല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അന്വേഷണം KSIDCയിലേക്കും CMRLിലേക്കും എക്സാലോജിക്കിലേക്കും എത്തും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും പ്രതിരോധം തീർക്കാൻ CPM രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ കടുത്ത രീതിയിലുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ KSIDCയും പോകുമെന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെയും ഒപ്പം തന്നെ ഈ വിശദീകരണത്തിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തലയൂരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ KSIDC നടത്തുന്നത്. ഒപ്പം തന്നെ കുറ്റം മുഴുവൻ CMRLന്റെ ഭാഗത്ത് മാത്രമായി പഴിചാരിക്കൊണ്ടുള്ള ഒരു നടപടി, അതാണിപ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ലക്ഷ്മി, യെസ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.